ആയുധശേഖരത്തിൻ്റെ സ്ഥലമാണെന്ന് തിരുവനന്തപുരം, ലാൻഡ് ജിഹാദിൻ്റെ സ്ഥലമാണെന്ന് തിരുവനന്തപുരം, സമ്പന്നരായിട്ടുള്ള തൊഴിൽ ദാതാക്കളാണ് എന്ന് ചിന്തിക്കുന്ന ചില ബിസിനസ്സുകാർ, ആ ബിസിനസ്സുകാർ ഒരു സെൻറ്റിന് 10 ലക്ഷത്തോളത്തിൽ കോടികൾ കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറാകുന്നു. ഹിന്ദുക്കൾക്ക് ജോലി കൊടുക്കാനല്ല, ഹിന്ദുക്കളുടെ സ്ഥലം എത്ര വിലയും കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നീട് ഒരു പ്രത്യേക മതത്തിൻ്റെ കൈവശത്തിലാക്കാൻ വേണ്ടിയുള്ള പദ്ധതി. ലവ് ജിഹാദ് നടക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ മുമ്പിൽ കാണുന്ന ബാലരാമപുരത്ത് പോയാൽ 24, 25, 30 പെൺകുട്ടികൾ ഈ ജിഹാദിൽപ്പെട്ടവർ. എൻ്റെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം, ജഡ്ജിമാർ പറഞ്ഞിട്ടില്ലേ ലവ് ജിഹാദ് നടക്കുന്നുള്ള കാര്യം. ഇന്നും ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ. വിഷുവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കണ്ടതാണ് മന്തിക്കടിയിലിരിക്കുന്ന കൃഷ്ണന്റെ. എനിക്ക് തോന്നുന്നു എല്ലാ ഹിന്ദു വിശ്വാസികൾക്കും വളരെ വേദന നൽകുന്ന ഒരു ചിത്രമാണ് വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ എന്താ പറയുക പ്രചരിക്കപ്പെട്ടത്. ഇതാണ് ഹിന്ദു സമൂഹം. എത്ര അടിച്ചാലും കൊന്നാലും തുപ്പിയാലും മനസ്സിലാകാത്ത ഒരു സമൂഹം. നിരാശരായുള്ള ഹിന്ദുവിനെ അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ആശയുള്ള ഹിന്ദുവിനെ, ഉണർന്നെഴുന്നേൽക്കുന്ന ഹിന്ദുവിനെ, അഗ്രസീവ് ഹിന്ദുയിസം, അതാണ് പ്രതീക്ഷിക്കുന്നത്. ഹിന്ദുക്കൾക്ക് വ്യക്തമായ ശക്തിയുണ്ടൊരു സംഘടിത ശക്തിയാണെന്ന് കാണുന്ന സമയത്ത് ആ സംഘടിത ശക്തിയുടെ മുമ്പിൽ തലപിടിക്കാൻ തയ്യാറാണ്. നമസ്തേ. 16ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് ഒരുങ്ങുകയാണ് തലസ്ഥാനം. ഈ വർഷത്തെ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്കൊപ്പം ഉള്ളത് ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള എം ഗോപാൽ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗോപാൽജിയാണ്. ഗോപാൽജി നമസ്കാരം. നമസ്കാരം. 16ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം, എന്തൊക്കെയാണ് ഈ വർഷത്തെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമ്മൾ ഹിന്ദു മഹാസമ്മേളനം 16ാമത്തേതാണ്. പക്ഷേ ഈ വർഷത്തൊരു വലിയ നമ്മൾ പ്രത്യേകതയായിട്ട് എടുക്കാൻ പോകുന്നത് ചരിത്രത്തിൻ്റെ പിന്നോട്ടുള്ള ചില ഭാഗങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ്. വളരെ പിന്നോട്ടല്ല. നമുക്കറിയാം 1921 മാപ്പിള ലഹള, അത് മലബാർ മാപ്പിള ലഹള എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ആ ലഹള കഴിഞ്ഞ ഉടനെ തന്നെ ഹിന്ദു സമൂഹം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും, ഏറ്റവും താഴേക്കിടെ കിടക്കുന്ന വിഭാഗവും ഏറ്റവും ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന വിഭാഗവും, എല്ലാ ആളുകളും മാനസികമായിട്ട് തകർന്നു. ഒരു വലിയ തകർച്ചയായിരുന്നു അവിടെ സംഭവിച്ചത്. അവരെ നോക്കാൻ ആ കാലത്ത് ആരും ഉണ്ടായിരുന്നില്ല. നിരവധി ആൾക്കാർ പലായനം ചെയ്തു, നിരവധി ആളുകൾ മതപരിവർത്തനം ചെയ്തു. ഈ വിധത്തിലൊരു അന്തരീക്ഷമാണ് അവിടെ നടന്നിരുന്നത്. ഉണ്ടായിരുന്ന ആൾക്കാർ പിൽക്കാലത്ത് അവർക്ക് താമ്രപത്രം കൊടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും തയ്യാറായി. ഇങ്ങനത്തെ ഒരവസ്ഥ. തെക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ മതപരിവർത്തനം വളരെ കൂടുതലായിരുന്നു. അതിനുശേഷം സാമൂഹ്യ പരിവർത്തനം കാര്യമായി ഉണ്ടായി എന്നുള്ളതും കാണാൻ സാധിക്കും. ഒന്നാമത്തെ ആചാര്യനും സുബ്രഹ്മണ്യൻ തിരുമുൽപ്പാടും അതേപോലത്തെ വ്യക്തികൾ, അതിൻ്റെ ടി.കെ. മാധവൻ, കുമാരനാശാൻ, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യങ്കാളി, മഹാനായിട്ടുള്ള അയ്യങ്കാളി, ഇതേപോലത്തെ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ കേരളത്തിൽ തന്നെ ഉദയം വന്നു. ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനം ഹിന്ദു സമൂഹത്തെ ഉയർത്തുക, ഒന്നിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നൊരു കാഴ്ച, ഇവിടെ ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രവർത്തകർ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഈ പ്രവർത്തനങ്ങളെല്ലാം തമസ്കരിക്കാൻ തീരുമാനിച്ചു. ഇതെല്ലാം ഓരോ സമുദായത്തിൻ്റേതെന്ന് എന്നാക്കി തീർക്കാനുള്ള ഒരു തീവ്രമായുള്ള ശ്രമം നടന്നു. അവർക്കതിൽ രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ഹിന്ദു പൊതുവായി പറഞ്ഞാൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന കാലം. മലബാർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളിയാഴ്ചകളിൽ കടലിൽ പോകാൻ പാടില്ല, കടകളുണ്ടാവില്ല. നോമ്പ് കാലത്ത് അവർക്ക്, അതായത് റംസാൻ കാലത്ത് ചായക്കട പോലും നടത്താൻ പാടില്ല, ഒരു തുള്ളി വെള്ളം കിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ആ അവസ്ഥയ്ക്ക് ഇന്നും മാറ്റം വന്നിട്ടുണ്ടെന്ന് പൂർണ്ണമായില്ല. പക്ഷെ വെള്ളിയാഴ്ച കടലിൽ പോകാൻ പാടില്ല എന്ന അലിഖിത നിയമം, അത് ലംഘിക്കാൻ വേണ്ടി ഹിന്ദു സമൂഹം തയ്യാറായ ഒരവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അതിൽ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറുള്ള ഒരു ഹിന്ദു സമൂഹം ഉയർന്നു വന്നു. ഇങ്ങോട്ട് വന്നാലും മധ്യ കേരളത്തിലും അവിടെയെല്ലാം ഇതേപോലെ ഈ മതപരിവർത്തനെതിരായിട്ടുള്ള പ്രവർത്തനം, അത് ശ്രീനാരായണ ഗുരുദേവിൽ നിന്നും ഒരു കാര്യമായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു, ചട്ടമ്പി സ്വാമികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ അയ്യാ വൈകുണ്ഠസ്വാമി, ഇവിടുത്തെ അയ്യാസ്വാമികൾ, ഇവരുടെ എല്ലാം പ്രവർത്തനം അതിലുണ്ടായിരുന്നു. എല്ലാ സമുദായ വിഭാഗങ്ങളിൽ നിന്നും ചില ആധ്യാത്മിക ആചാര്യന്മാർ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ കുറേയൊക്കെ
നിർത്താൻ സാധിച്ചെങ്കിലും ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായില്ല. പിന്നീട് നമ്മൾ കാണുന്ന ഒരു രംഗം 1982 വിശാല ഹിന്ദു സമ്മേളനം എറണാകുളത്ത്. അന്ന് അതിൽ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട അന്ത്യജന അഗ്രജന ഇല്ലയുടെ വർഗം വർണ്ണം അരുതിവിടെ സകലരും അമ്മയ്ക്ക് ഓമന മക്കൾ ബന്ധുക്കൾ നാം ഒന്നാണ് എന്നതായിരുന്നു അതിൻ്റെ ഒരു പ്രധാന. ആ സമ്മേളനത്തിൽ ആണ് കർക്കിടക മാസത്തെ രാമായണ മാസമായിട്ട് ആചരിക്കണമെന്നും അത് കൊട്ടാരത്തിലും കുടിലിലും രാമായണം വായിക്കണമെന്നും ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ടുവന്നത്. അങ്ങനത്തെ ഒരു മാറ്റം ആ സമയത്തുണ്ടായി. പിന്നെ പാലിയംകുളം വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അതിലും വലിയൊരു മാറ്റം. ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ആചാരങ്ങൾ പാലിക്കേണ്ടത് എന്നുള്ള മറ്റുള്ള രീതിയിലല്ല ആചാരങ്ങൾ പാലിക്കേണ്ടത്, അത് വർഗത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ള ഒരു അന്തരീക്ഷം അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. ധാരാളം മറ്റുള്ള പൂജാരിമാർ ഉദയം ചെയ്തു. ഇതെല്ലാം അതിൻ്റെ ഫലമായിട്ടാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വലിയ ശക്തി 1942 അതിനുശേഷം 52 വലിയ ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വളർച്ചയിലുണ്ടായതാണ്. ആ ശക്തിക്ക് പിന്തുണയാകാൻ വേണ്ടി അന്നും രാമകൃഷ്ണ മിഷനെ പോലുള്ള ആര്യ സമാജത്തെ പോലുള്ള അത്തരം പ്രവർത്തനങ്ങളും കൂടിയിട്ട് അതിൻ്റെ പിന്നിലും ഉണ്ടായി. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു വലിയൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് 1982 വിശാല ഹിന്ദു സമ്മേളനം കേരളത്തിലും, അതോടെ തന്നെ വിരാട ഹിന്ദു സമ്മേളനം തൊട്ട് മുമ്പ് ഡൽഹിയിലും നടന്നു. അതിൻ്റെ പല കാരണങ്ങൾ, മതപരിവർത്തനം കാര്യമായി ഉണ്ടായി, ഹിന്ദുക്കളുടെ നേരെയുള്ള അക്രമങ്ങൾ കണ്ടമാനമുണ്ടായി, ഭീകരപ്രവർത്തനം ആ കാലത്തുണ്ട്. രാമനാഥപുരത്തെ ഹിന്ദുക്കളുടെ കൂട്ടമായുള്ള കൊലപാതകവും മതപരിവർത്തനവും എല്ലാം ഉണ്ടായിരുന്നു. കേരളത്തിലും ഇതിനൊരു തടയിടണം എന്നുള്ള ചിന്താഗതിയോടുകൂടി അന്നത്തെ ഹൈന്ദവ നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ചിന്തിച്ചു. ആ പരിപാടിയിൽ എല്ലാ വിഭാഗം ആൾക്കാരും പങ്കെടുത്തു. അതിനുശേഷം നടന്ന ഹിന്ദു മുന്നണി, അതിൻ്റെ പേരുള്ള ഇലക്ഷൻ, ഇതെല്ലാം ഹിന്ദുക്കൾക്ക് ആവേശം കൊടുക്കുന്ന ഒരു രംഗമായിരുന്നു. ഒരു ഹിന്ദുക്കളുടെ ഒരു ഉയർത്ത എഴുന്നേൽപ്പ് എന്ന് തന്നെ അതിനെ പറയാം. പിന്നീട് നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ നിന്ന് പ്രചോദനം കിട്ടിയ സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ഇപ്പോൾ ശബരിമല പ്രശ്നം, നിലയ്ക്കൽ പ്രശ്നം, ആ സമയത്ത് ചെറുപ്പക്കാരായിട്ടുള്ള കുമ്മനം രാജശേഖരനെ പോലുള്ള നിരവധി ആൾക്കാർ രംഗപ്രവേശം ചെയ്തു. അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി അന്നൊരു സന്യാസി ശ്രേഷ്ഠനെ കേരളം പ്രദാനം ചെയ്തു. ഒരു സ്വാമി വിവേകാനന്ദനെ പോലുള്ള ചിന്മയാനന്ദ സ്വാമിയൊക്കെ ഉണ്ടായിരുന്നു. അത് ലോകം അറിയപ്പെടുന്ന ചിന്മയാനന്ദ സ്വാമിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൽ ചെങ്കോട്ടോണം മഠാധിപതിയായിരിക്കുന്ന സംപൂജ്യ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ ആ സമരത്തിൻ്റെ നേതൃത്വത്തിൽ ഉദയം ചെയ്തു. പിന്നീട് നിരവധി കാര്യങ്ങൾ കേരളത്തിൽ കാണുന്നു, നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വന്ന ഒരു സന്യാസി ശ്രേഷ്ഠൻ, അത് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ തന്നെയാണ്. ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. ഏതെല്ലാം സമയത്ത് ഹിന്ദുക്കളുടെ നേരെ അക്രമങ്ങളുണ്ടായോ, ഏതെല്ലാം സമയത്ത് പ്രശ്നങ്ങളുണ്ടായോ, ഹിന്ദുധർമ്മത്തിന് നേരെ വെല്ലുവിളികളുണ്ടായോ, ഈ സമയത്തെല്ലാം അതിനെ ചെറുക്കാൻ വേണ്ടി സ്വാമി ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ നിലയിൽ ഒരന്തരീക്ഷം മാറി വന്ന് സ്വാമി തിരുവനന്തപുരത്ത് വലിയ വിശാല ഹിന്ദു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അന്ന് സ്വാമിജി കൊടുത്തതാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. സ്വാമിജി ഹിന്ദു ഐക്യവേദി തുടങ്ങിയ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു, രക്ഷാധികാരിയായ പിൽക്കാലത്ത്. ഇതെല്ലാം ചെയ്തിരുന്ന സ്വാമിജി കുറേ കാലം ഇത് നടത്തിക്കൊണ്ടുവന്നു. പക്ഷേ ഹിന്ദുവിൻ്റെ സ്വാഭാവികമുള്ളൊരു ഇതുണ്ട്, അത് എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. ചെയ്യുന്ന കാര്യങ്ങൾ വിമർശിക്കുക, പൈസ കൊടുക്കാതിരിക്കുക, പണം മടിയിലുണ്ടാവും, ആവേശത്തോടുകൂടി പറയും, ഇതെല്ലാം ചെയ്താലും പണം കൊടുക്കില്ല. പിൽക്കാലത്ത് ആ ഗ്രൗണ്ടിൽ നിന്ന്, പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്ന് ഈ സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നു സ്വാമിയുടെ സമാധിക്ക് മുമ്പ് തന്നെ. പിന്നീട് ആ സമ്മേളനം ആശ്രമത്തിലേക്ക് മാറ്റി, ചെങ്കോട്ടോണത്തേക്ക്. സ്വാമി സമാധിയായതിനു ശേഷം 1911 ഹിന്ദു ധർമ്മ പരിഷത്ത് ഇത് ഏറ്റെടുത്തു. അതിൻ്റെ പിന്നിലെ ചാലകശക്തി സ്വർഗീയ മാന്യ പരമേശ്വർജി ഉണ്ടായിരുന്നു. ആ കാലത്ത് മന്ത്രിയായിരുന്ന ശ്രീ ഒ രാജഗോപാൽ രാജേട്ടനുണ്ടായിരുന്നു. അന്നത്തെ സന്യാസിമാർ പലരും
അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വിഭാഗ പ്രചാരകരുണ്ടായിരുന്നു. ഇങ്ങനത്തെ ആൾക്കാരെല്ലാം ചേർന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ആലോചന വന്നതും ഹിന്ദു ധർമ്മ പരിഷത്ത് എന്ന് പേര് കൊടുക്കാം. അതിൽ ഹിന്ദുവിനേക്കാൾ ഉപരി ധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ധാർമ്മികമായിരിക്കണം, നമ്മളെ എല്ലാ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഹിന്ദു ധർമ്മ പരിഷത്ത് എന്ന പേര് കൊടുത്തുകൊണ്ട് ഇങ്ങനത്തെ സമ്മേളനങ്ങൾക്ക് രൂപം കൊടുക്കാൻ തീരുമാനിച്ചത്. ആ സമ്മേളനങ്ങളിൽ നിരവധി മഹാന്മാരായുള്ള വ്യക്തികൾ, അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഭാരതത്തിലും പല അറിയപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു, കേരളത്തിൽ അറിയപ്പെടുന്ന വ്യക്തികൾ, ഇവരെല്ലാം അതിൽ കേരള മന്ത്രിമാർ, മുസ്ലിം മന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നത്തെ മന്ത്രിയായിരിക്കുന്ന ഗണേശൻ ആ പരിപാടി പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സുബ്രഹ്മണ്യ സ്വാമി പോലുള്ള ആൾക്കാർ, കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ട്, ഗവർണർമാർ പങ്കെടുത്തിട്ടുണ്ട്, സന്യാസി ശ്രേഷ്ഠന്മാർ, നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ, എല്ലാ വർഷവും പങ്കെടുക്കുന്ന ഒരു സന്യാസിഷൻ ചിദാനന്ദപുരി സ്വാമികളാണ്. സുബ്ബസ്വാമി ചിദാനന്ദപുരി സ്വാമികൾ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ടായിരുന്നു. പരമേശ്വർജി മരിക്കുന്നത് വരെ എല്ലാ വർഷവും പരമേശ്വർജി വേദിയിൽ ഉണ്ടാകാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ മഹാരാജാ മാർത്താണ്ഡവർമ്മ തിരുമനസ്, അദ്ദേഹം മരിക്കുന്നത് വരെ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇങ്ങനത്തെ പ്രമുഖരായുള്ള ആൾക്കാരെല്ലാവരും അവരുടെ കാലം നീങ്ങുന്നത് വരെ അവരെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ മുമ്പോട്ട് തന്നെ പോയി. ഈ വർഷം നമ്മുടെ 16ാമത് ഹിന്ദു മഹാസമ്മേളനമാണ്. നമ്മൾ നടത്താൻ നിശ്ചയിച്ചെന്ന് കുറച്ചും കൂടി നേരത്തെ ആയിരുന്നു. പക്ഷെ നമ്മൾ തീരുമാനിച്ച ദിവസം ആ സമയത്താണ് ഇലക്ഷൻ വന്നുവിട്ടത്. നമ്മൾ മാറ്റിവെച്ചു. പ്രിയദർശിനി ഹാളിലേക്ക് നമ്മൾ പരിപാടി മാറ്റാൻ നിശ്ചയിച്ചു. ദിവസങ്ങളും കുറച്ച് കുറയ്ക്കാൻ നിശ്ചയിച്ചു. കാരണം കഴിഞ്ഞ മാസം നമ്മൾ വലിയൊരു പരിപാടി നടത്തി, മുരുക ഭക്ത സംഘം എന്ന് പറഞ്ഞിട്ട്. അതിൽ 10,000-കണക്കിന് ആൾക്കാർ ആ പരിപാടിയിൽ പങ്കാളികളായി. ഈ പ്രാവശ്യം അതുകൊണ്ട് തന്നെ പരിപാടിയിൽ കുറച്ചൊക്കെ മാറ്റം വരുത്തിയെങ്കിലും പരിപാടി ഇവിടെ നടത്തും എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. ആ പരിപാടി ഇപ്പം കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനും അടിസ്ഥാനമാക്കിയിരിക്കുന്നത് നമ്മൾ പഴയ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് പഴയ ചരിത്രം ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ ചരിത്രം അറിയില്ല. അത് ഹിന്ദുത്വത്തിൽ നിന്ന് വ്യതിചലിക്കും. സനാതന ധർമ്മത്തിൻ്റെ നേരെ വെല്ലുവിളികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാ കാലത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ നേരിടുന്നു തീർച്ചയായിട്ടും വെല്ലുവിളികൾ. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വിഷയങ്ങൾ തീരുമാനിച്ചത്. ഓരോ വിഷയങ്ങളും പരിപാടി നേരത്തെ നമ്മൾ ഗവർണറെ നിശ്ചയിച്ചിരുന്ന കേരള ഗവർണറെ. പക്ഷേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് വന്ന റിസൾട്ട് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയിലെ ജഡ്ജിയായിരിക്കുന്ന ഇപ്പം റിട്ടയർ ചെയ്ത ജസ്റ്റിസ് നഗരേഷിനെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നിശ്ചയിച്ചു. ഇതിലും സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട് ധാരാളം. ഇങ്ങനത്തെ ആൾക്കാരെല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പല ദിവസങ്ങളിലായി കലാപരിപാടികൾ, ലോകശ്രദ്ധയാർഷിച്ച ഗോപിക വർമ്മ, അവരുടെ മോഹിനിയാട്ടമുണ്ട്. അതേപോലെ തന്നെ ബോംബെയിൽ നിന്നും പല സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. ഇതിലും ചില മുൻ മന്ത്രിമാരോ അങ്ങനത്തെ ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തോടുകൂടി അവരൊക്കെ അറിയാൻ സാധിക്കും നമുക്ക് കൂടുതൽ. അപ്പോൾ ആ നിലയ്ക്കാണ് നമ്മൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് വലിയ രീതിയിലൊരു പ്രാധാന്യം നമുക്ക് നൽകേണ്ടത് വരും. കാരണം നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ തന്നെ എടുത്താൽ തന്നെ നമ്മൾ ഹിന്ദു വിശ്വാസങ്ങളായാലും ആചാരങ്ങളായാലും എത്രത്തോളം വ്രണപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ വിഷുവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കണ്ടതാണ് മന്തിക്കടിയിലിരിക്കുന്ന കൃഷ്ണൻ്റെ. എനിക്ക് തോന്നുന്നു എല്ലാ ഹിന്ദു വിശ്വാസികൾക്കും വളരെ വേദന നൽകുന്ന ഒരു ചിത്രമാണ് വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ പ്രചരിക്കപ്പെട്ടത്. ഇതിനെതിരെ സംസാരിക്കാൻ മറ്റു പാർട്ടികളിൽ നിന്നൊന്നും ആരും വന്നില്ല എന്നുള്ളതും ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിന്, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന് എത്രത്തോളമാണ് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യമുള്ളത് എന്നുള്ളത് കൂടിയല്ലേ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ അഡീഷണലായിട്ട് ഒരു കാര്യം കൂടി ചേർക്കുകയാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ഹിന്ദുത്വ വിശ്വാസികളായുള്ള ഹൈന്ദവികതയെ മുൻനിർപ്പിടിക്കുന്ന ആൾക്കാർ മത്സരിച്ചിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. എല്ലാ ഭാഗത്തു നിന്നുള്ള സന്യാസിമാരുൾപ്പെടെയുള്ള ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മൾ വോട്ട് രേഖപ്പെടുത്തണം ജനാധിപത്യ വിശ്വാസം അനുസരിച്ചുള്ള തീരുമാനമെടുത്തിരുന്നു. ചിദാനന്ദപുരി സ്വാമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് ദിവസം ഗുരുവായൂരിൽ 3.5 ലക്ഷം ആൾക്കാർ
തൊഴാൻ പോയിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയത് ആരാ? ഹിന്ദുക്കളാണ്. ഇതാണ് ഹിന്ദു സമൂഹം. എത്ര അടിച്ചാലും കൊന്നാലും തുപ്പിയാലും മനസ്സിലാകാത്ത ഒരു സമൂഹം. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതരം പ്രവർത്തനങ്ങളുടെ ഫലമായി. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ഇതൊരു ചോദ്യത്തിന് അടിശേഷിക്കുകയാണ്. ഇങ്ങനത്തെ ആൾക്കാരുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഹിന്ദുവിൻ്റെ മേലെ ഈ കരുനിഴൽ വീഴ്ത്തപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വിഷയമാണ്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട സംഗതി. ആരും കൂടുതൽ അതിനെക്കുറിച്ച് പറയാറുണ്ടാകില്ല. ഇതേപോലത്തെ ഹിന്ദു ഉള്ളത് കൊണ്ടാണ് ഗുരുവായൂരിലെ പ്രശ്നം ഉണ്ടായത്. പക്ഷേ അവിടെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, അവിടെ സ്ഥാനാർത്ഥിയായുള്ള ഹിന്ദുത്വ വിശ്വാസങ്ങൾ അടിയുറച്ച് ചിന്തിക്കുന്ന ഗോപാലകൃഷ്ണൻ പറഞ്ഞില്ലേ, ഇത്രയും വർഷങ്ങളായിട്ട് ഒരു ഹിന്ദു MLA ഉണ്ടായില്ല ഗുരുവായൂരിൽ. ഹിന്ദു MLA ഉണ്ടായിട്ടില്ല. അതിൻ്റേതായിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും മുന്നിൽ ഒരു രാഷ്ട്രീയക്കാരനും ആർക്കും ഒഴിഞ്ഞേക്കാൻ പറ്റില്ല. ഇതേപോലെ തന്നെയാണ് വിഷുവുമായി ബന്ധപ്പെട്ട കുഴിമന്തി പ്രശ്നം, അതേപോലത്തെ കാര്യങ്ങൾ. ശ്രീകൃഷ്ണൻ ആരാ? എവിടെയാണ് ശ്രീകൃഷ്ണൻ ചോദിച്ചോടത്തിൽ പോകേണ്ടി വന്നു? പക്ഷെ ആ മകനെ കൊണ്ട് ഇന്ന സ്ഥലത്താണ് മകനെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നു. അതാണല്ലോ അതിൽ ചിന്തിക്കേണ്ടത്. ആ വിധത്തിൽ മാറ്റങ്ങൾ വരാം. മനുഷ്യ മനസ്സിൽ മാറ്റങ്ങളുണ്ടാകും. ശബരിമല പ്രശ്നം അത് കഴിഞ്ഞാലുള്ള അതും വെച്ചുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കാൻ പോകുന്നത്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ആചാരങ്ങളെ മുൻനിർത്തിക്കൊണ്ടൊക്കെ ഇതേപോലത്തെ പലതരം പ്രശ്നങ്ങൾ ഇന്നും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ ഇവിടെ അങ്ങനെ ഒരു ധർമ്മമില്ല എന്ന് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊരു പ്രധാനമായിട്ടുള്ള കാര്യമല്ലേ? ആരാണ് ഇതിനെ ചെറുക്കേണ്ടത്? ആരാണ് ഇതിനെ നിൽക്കുന്നത്? സംഘടിത ഹിന്ദുവിന് ഇത് സാധിക്കുള്ളൂ. സംഘടിത ഹിന്ദുവിന്. പക്ഷേ ഈ ഹിന്ദു ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങൾ മാത്രം വ്രണപ്പെടുത്തുന്ന സമയത്ത് അത് മതേതരത്വമായി കാണണം എന്ന് അവകാശപ്പെടുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്നില്ലേ? ഇപ്പോൾ ഈ കൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണെങ്കിലും എല്ലാവരും പറയും അത് മതസൗഹാർദ്ദമായി കാണൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പ്രവാചകനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടിട്ടോട്ടെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു നിലപാട് മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനെ മതസൗഹാർദ്ദമായി കാണാൻ ആരും പറയുന്നില്ല. മതസൗഹാർദ്ദം ഏതായാലും വൺവേ അല്ലല്ലോ. ഹിന്ദുധർമ്മത്തിൽ പറഞ്ഞേക്കാൾ വലിയൊരു മതസൗഹാർദ്ദം സർവധർമ്മ സമഭാവന. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലോകാസമസ്ത സുഖിനം, ലോകത്തിലെ മനുഷ്യന്മാർ സർവ്വചരാചരങ്ങളും സുഖമായി ഭവിക്കട്ടെ. അത് പറയുന്നത് വേറെ എങ്ങും പറയുന്നുണ്ടോ? എന്നെന്തോ വിശ്വമാര്യം ഇത് പറയുന്ന ഹിന്ദുവാണ്. ആ ഹിന്ദുവിനെയാണോ ഇവരെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്? ആ ഹിന്ദു പറഞ്ഞ കാര്യങ്ങൾ തന്നെ നടപ്പാണെങ്കിൽ ശക്തികളുണ്ട്. അഗ്രസീവ് ഹിന്ദുയിസം ഉണ്ടാകണം. ശക്തമായിട്ടുള്ള ഹിന്ദു ഉണ്ടാകണം. ശക്തി ഇല്ലാത്തതിനെ ആർക്കും ബഹുമാനിക്കും, ശക്തിയില്ലാത്തതിനെ ഒരിക്കലുമില്ല. അശ്വൻ നൈവ ഗജൻ നൈവ വ്യാഘ്രൻ നൈവ ജനൈവജ അജാപുത്രൻ ബലിന്ദദ്യ ദേവോ ദുർബലഹത. അതുപോലെയാണ് നമ്മുടെ സ്ഥിതി. ശക്തിയുള്ളവനെ തന്നെ അംഗീകരിക്കുള്ളൂ. ഒന്ന് ഭാരതത്തിന് എന്താ ലോകം അംഗീകരിക്കാൻ കാരണം? ഭാരതത്തിൻ്റെ ശക്തി കണ്ടിട്ടാണ്. ശക്തി ഉണ്ടെന്ന് കാണിച്ചത് കൊണ്ടാണ്. നേരത്തെ അംഗീകരിച്ചിരുന്നില്ലല്ലോ. ഇതേപോലെ ഹിന്ദുക്കൾക്ക് വ്യക്തമായ ശക്തിയുണ്ടൊരു സംഘടിത ശക്തിയാണെന്ന് കാണുന്ന സമയത്ത് ആ സംഘടിത ശക്തിൻ്റെ മുമ്പിൽ തലകുലിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അത് രാമൻ്റെ ശക്തിയായിരിക്കണം, രാവണൻ്റെ ശക്തിയായിരിക്കരുത്. ശുദ്ധമായ ശക്തി ആരുടെ മേലെ അങ്ങോട്ട് കയറാനുള്ളതല്ല, പക്ഷേ ആക്രമിക്കാൻ വരുന്നവനെ തിരിച്ചടിക്കാനുള്ള ശക്തി. അത് മാനസികമായിട്ട് ബുദ്ധി കൊണ്ടുള്ളത്, ശരീരം കൊണ്ടുള്ളത്, സമ്പത്ത് കൊണ്ടുള്ളത്. ഹിന്ദു സമ്പത്ത് നേടണം. അതുകൊണ്ട് തന്നെ നമ്മൾ പരിപാടിയിൽ ആ നിലയ്ക്കുള്ള വിഷയം വെച്ചിട്ടുണ്ട്. ഹിന്ദു ബുദ്ധി നേടണം, അതിനുള്ള വിഷയമുണ്ട്. വിദ്യാഭ്യാസം നേടണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് വിദ്യാഭ്യാസ സമ്മേളനമുണ്ട്. ഇങ്ങനത്തെ ഓരോ ഹിന്ദു ബിസിനസ് രംഗത്ത് മുന്നേറണം, നമ്മൾ ആ വിഷയം വെച്ചിട്ടുണ്ട്. എല്ലാ രംഗങ്ങളും ഹിന്ദു എല്ലാ വിധത്തിലുള്ള ശക്തി ആർജിക്കണം എന്നുള്ള വിധത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അത് സംഘടിതം കൂടിയായിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഹിന്ദു സമ്മേളനത്തിന് അതായത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി അതിൽ നിന്ന് വേണ്ടത് ഉൾക്കൊണ്ട് പാഠം ഉൾക്കൊണ്ട് മുമ്പോട്ട് വന്ന് ഇന്നത്തെ
ഇതിനെതിരായിട്ട്, അതായത് ഭീകരവാദത്തിനെതിരായിട്ട്. തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത്, തിരുവനന്തപുരത്താണ് ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നത്. തിരുവനന്തപുരത്ത് എന്താ ഇന്നത്തെ സ്ഥിതി? തിരുവനന്തപുരത്ത് ഇന്ന് പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഹിന്ദുക്കൾ പേടിച്ച് നിൽക്കുന്നവരുണ്ട്. ആയുധശേഖരത്തിൻ്റെ സ്ഥലമാണിന്ന് തിരുവനന്തപുരം. ലാൻഡ് ജിഹാദിൻ്റെ സ്ഥലമാണിന്ന് തിരുവനന്തപുരം. സമ്പന്നരായിട്ടുള്ള മറ്റുള്ള ആൾക്കാർ, നമ്മൾ വിചാരിക്കും തൊഴിൽ ദാതാക്കളാണ് എന്ന് ചിന്തിക്കുന്ന ചില ബിസിനസ്സുകാർ ഉദയം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ, തിരുവനന്തപുരത്ത്, വിദേശത്ത്, ഭാരതത്തിലല്ല. കേന്ദ്രവും കേരളവും ഒക്കെ പിന്തുണ കൊടുക്കുന്ന ചില ബിസിനസ്സുകാർ. ആ ബിസിനസ്സുകാർ ഒരു സെൻറ്റിന് 10 ലക്ഷത്തോളത്തിൽ കോടികൾ കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറാകുന്നുണ്ട്. എന്തിനാ? ഹിന്ദുക്കളെ ജോലി കൊടുക്കാനാണോ? ഹിന്ദുക്കൾക്ക് ജോലി കൊടുക്കാനല്ല, ഹിന്ദുക്കളുടെ സ്ഥലം എത്ര വിലയും കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നീട് ഒരു പ്രത്യേക മതത്തിൻ്റെ കൈവശത്തിലാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണത്. ജോലി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ജോലി കൊടുക്കുന്നത്? അതിനെക്കുറിച്ച് പഠിക്കട്ടെ പോയിട്ട്. ജോലി കൊടുക്കുന്ന ആർക്കാ? ജോലി കൊടുക്കുന്ന വനിതകൾ ഇവിടുത്തുകാരും പുരുഷന്മാരും മറ്റുള്ള സ്ഥലത്തുമായിട്ട് ആണ്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി മുന്നോട്ട് പോണ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ലവ് ജിഹാദ് നടക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ മുമ്പിൽ കാണുന്ന ബാലരാമപുരത്ത് പോയാൽ 24, 25, 30 പെൺകുട്ടികൾ ഈ ജിഹാദിൽപ്പെട്ടവർ. ഇതെല്ലാം തമസ്കരിച്ചുകൊണ്ടല്ലേ നടക്കുന്നില്ല എന്ന് പറയുന്നത്? എൻ്റെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ലവ് ജിഹാദ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം? ജഡ്ജിമാർ പറഞ്ഞിട്ടില്ലേ ലവ് ജിഹാദ് നടക്കുന്നുള്ള കാര്യം? അപ്പം ഇതേപോലത്തെ ഒക്കെ പറഞ്ഞിട്ടും ഇന്നും ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ. അതുകൊണ്ട് ഹിന്ദു ധർമ്മ പരിഷത്ത് ഉറക്കെ പറയുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ക്രിസ്ത്യാനി അംഗീകരിക്കുന്നുണ്ട്, മുസ്ലിം അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ തീവ്രവാദികളെ അംഗീകരിക്കുന്നില്ല, രാജ്യദ്രോഹികളെ അന്വേഷിക്കുന്നില്ല. സർവധർമ്മ സമഭാവന എന്നുള്ള തത്വത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം. അതുകൊണ്ട് ആ നിലയ്ക്ക് ആയിരിക്കണം ഇവിടുത്തെ ദേശീയതയെയും വളർത്തിയെടുക്കേണ്ടത്, ദേശീയ പ്രസ്ഥാനങ്ങളെയും വളർത്തിയെടുക്കേണ്ടത്. ദേശീയ ആ നിലയ്ക്കുള്ള ഒരു ധാരയിൽ സഞ്ചരിക്കണം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പും കൂടി ആയതുകൊണ്ട് രാഷ്ട്രീയം പറയാതെയും പറ്റില്ല. ഇപ്പോൾ ഗുരുവായൂർ നമ്മൾ കണ്ടതാണ്, ഗോപാലകൃഷ്ണൻ സാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം. ഹിന്ദുക്കൾ ഒരിക്കലും രാഷ്ട്രീയത്തിൽ എന്താ പറയുക, രാഷ്ട്രീയവും മതവും ചേർന്ന് കലർത്തി സംസാരിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടം വരെ അത് നല്ലതാണെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് തോന്നുന്നത് അത് തെറ്റാണ് എന്നുള്ളതാണ്. കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയുകയല്ല, എന്നാലും അവർക്കൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ച് അതൊരു വോട്ടർ ബാങ്കാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടത്ര പരിഗണന കൊടുക്കാനും അവരെ ശ്രദ്ധിക്കാനും ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടികളും മറക്കുന്നില്ല. പക്ഷേ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു സംഘടിതമായൊരു വോട്ടർ ബാങ്ക് രാഷ്ട്രീയം നമ്മൾ മുന്നോട്ട് വെക്കുന്നില്ല. അതൊരു പ്രശ്നമായി മാറുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഇന്ന് നമ്മൾ നിൽക്കുന്നത്? ശരിയാണ്. അങ്ങനെ ചിന്തിക്കേണ്ടവരും ചിന്തിക്കുന്നില്ല. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ചിന്തിക്കേണ്ടവർ ചിന്തിക്കണ്ടേ? നമ്മൾക്ക് അറിയാം, സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ 84-85 കാലഘട്ടത്തിൽ ഇവിടെ ഹിന്ദു മുന്നണി രൂപീകരിച്ച സമയത്ത് അതിൻ്റെ പേരിൽ ഒരു ഹിന്ദു ശക്തിയെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി നേരിടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തി. ചെങ്കോട്ടുണ സ്വാമികൾ അന്ന് മുമ്പിൽ പോയി പ്രസംഗിച്ചു ഹിന്ദു വോട്ട് ബാങ്കിനെ സംബന്ധിച്ചിട്ട്. ഈ ഹിന്ദു വോട്ട് ബാങ്ക് എന്നുള്ള ചിന്താഗതി ചിന്മയാനന്ദജിയാണ്, സംഭൂജ്യ സ്വാമി ചിന്മയാനന്ദജി 1982 വിശാല ഹിന്ദു സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. അന്ന് സന്യാസിശ്രേഷ്ഠന്മാർ പറഞ്ഞു ധൈര്യമായിട്ട് ഹിന്ദു വോട്ട് ബാങ്ക്. പഠിച്ചില്ല ഹിന്ദു. സത്യാനന്ദ സരസ്വതി സ്വാമികൾ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തി. അതിനുശേഷം ഹിന്ദു പഠിച്ചില്ല, രാഷ്ട്രീയക്കാരും പഠിച്ചില്ല. ഈ നമ്മുടെ സന്യാസി ശ്രേഷ്ഠനായ സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ സമാധി, ആ സമാധി കുറേ നാളുകളായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. എന്നും നിരവധി സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നു രാഷ്ട്രീയക്കാരുടെ. ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി കോടികൾ കണക്കാക്കുന്നു. പല ആൾക്കാരും സമൂഹത്തിൽ പല ആൾക്കാരും കൊടുക്കാനാണെന്ന് പറഞ്ഞ പൈസ ദൂർത്തടിക്കുന്നു. എൻ്റെ അവിടേക്കൊന്ന് കടന്നു ചെന്നിട്ട് ആ സ്തൂപത്തിലേക്കൊന്നും നോക്കാൻ സാധിക്കുന്നില്ല, ആ സ്തൂപത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഞാനിത് പറയുമ്പോൾ എനിക്ക് ഭയമൊന്നുമില്ല ആരുടെ മുമ്പിലും പറയാൻ. ചെയ്യേണ്ടതല്ലേ? കഷ്ടം തോന്നും നമ്മളിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ. ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് ആളിക്കത്തുന്ന തീയിൽ കൂടി ഹിന്ദുക്കളെ രക്ഷപ്പെടുത്താണ്ട് പൂന്തറയിലെ കലാപ സമയത്ത് ഇറങ്ങി എന്ന
പാലുകാച്ചിമലയിൽ നിന്നിട്ട് വന്ന ഇതിന് നേതൃത്വം കൊടുത്ത സ്വാമി, നിലയ്ക്കൽ പ്രശ്നത്തിന് നേതൃത്വം കൊടുത്ത സ്വാമി, സന്യാസിഷ്ഠന്മാരൊന്നും വരാത്ത സമയത്താണ് അടികൊള്ളാനും വെടികൊള്ളാനും പോലും മുന്നോട്ട് വന്ന സന്യാസിഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം അതെങ്കിലും ഒന്ന് സമുദ്ധരിക്കാൻ മുന്നോട്ട് വരേണ്ടതല്ലേ, ഇറങ്ങേണ്ടതല്ലേ? അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നു, ഇതൊക്കെ ആയിരിക്കണം ഇത്തരം ആൾക്കാർ മുന്നിൽ കൊണ്ടുവരേണ്ടത്. ഹിന്ദുത്വം ആശയം ഉൾക്കൊള്ളുന്ന ആളുകൾ അത്രയോ കൊല്ലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പറയേണ്ടത്. നമ്മൾ തിരുവനന്തപുരത്ത് പോലും ഒരു മേയറൊക്കെ കിട്ടിയത് ഇതിൻ്റെ ഫലമായിട്ട് കുറേ വർഷം. തീർച്ചയായും ഇപ്പോൾ തിരുവനന്തപുരത്ത് ഭരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്കറിയാം, സംഘത്തിൻ്റെ 100ാം പിറന്നാൾ ആഘോഷിക്കുന്ന വർഷത്തിലാണ് തിരുവനന്തപുരത്ത് BJPയുടെ ഒരു മേയർ അല്ലെങ്കിൽ അനന്തപുരിയിൽ ഒരു താമര വിരിയുന്നത്. അത് വലിയൊരു മാറ്റത്തിൻ്റെ കൂടി സൂചനയല്ലേ? കഴിഞ്ഞ വർഷം നമ്മളെ സമ്മേളനത്തിലെ ഓർക്കുന്നുണ്ടാവും, RSSൻ്റെ 100ാം വർഷമായിരുന്നു. സംഘത്തിൻ്റെ 3 പ്രമുഖ വ്യക്തികൾ 3 ദിവസം സംഘപ്രവർത്തനം സംബന്ധിച്ചാണ് സംസാരിച്ചത്. ഇത് തന്നെയാണ് ആ മേയർ. നമ്മളിപ്രാവശ്യം നമ്മളെ ലോഗോ പ്രകാശനം ചെയ്തത് കോർപ്പറേഷൻ്റെ അകത്താണ്. അത് നമ്മൾ ഓർക്കണം. മേയർ അഭിമാനത്തോടെ പറഞ്ഞു, ഹിന്ദുവിൻ്റെ കാര്യം ഇവിടെ അല്ലാതെ എവിടുന്ന് നമ്മൾ പുറത്തിറക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യമുണ്ട്. അദ്ദേഹം ഹിന്ദുത്വത്തിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ സമ്മേളനത്തിൽ ആളെ യുവമോർച്ചയുടെയും ABPയുടെയും ആളായിരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ യുവാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മേയറാണ്. അപ്പം ഈ വിധത്തിൽ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് വരാൻ കാരണം ഹിന്ദു ഏകീകരണം തന്നെയാണ്. ഇത്രയും നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അത് നമ്മളെല്ലാവരുടെയും പ്രചോദന സംഘവുമാണ്. തീർച്ചയായിട്ടും എൻ്റെ പ്രയോജനം രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. അതുപോലത്തെ നിരവധി നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന പലരുടെയും, പിന്നെ പുതിയ പുതിയ ആൾക്കാർ നമ്മൾ കൊണ്ടുവരാറുണ്ട്. ധാരാളം ആൾക്കാർക്ക് ഈ ബോധമുണ്ടാകണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് ധാരാളം ആൾക്കാർ നമ്മൾ കൊണ്ടുവരുന്നു, പ്രവർത്തിപ്പിക്കുന്നു, ഒരന്തരീക്ഷം ഉണ്ടാകുന്നു. അത് വിജയത്തിലേക്ക് എത്തും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ഇപ്പോൾ ഗോപാൽജി ഒരുപാട് വർഷക്കാലമായി അനന്തപുരിയുമായി അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ജനിച്ച നാടാണ്. അപ്പോൾ ഇന്ന് ഇവിടെ താമര വിരിയുന്നൊരു ഘട്ടത്തിലേക്ക് അനന്തപുരി മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വ്യക്തിപരമായ ഒരു സന്തോഷം, അത് എത്രത്തോളമാണ്? സന്തോഷമുണ്ട്. കാരണം ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്തല്ല കേട്ടോ. തിരുവനന്തപുരത്തല്ല, ഞാൻ ജനിച്ചത് കോഴിക്കോട്ടെ ഒരു കുഗ്രാമത്തിലാണ്. പിന്നെ എങ്ങനെയാണ് അനന്തപുരിയിലേക്ക്? 45 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട്. 45 വർഷം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ്. അതെ, ഉറപ്പായിട്ടും. ഞാൻ തിരുവനന്തപുരത്തെ ഇവിടുത്തെ സംഘപ്രവർത്തനത്തിലുണ്ടായിരുന്നു, ഹൈന്ദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലുണ്ടായിരുന്നു, സ്വദേശി ജാഗരൺ മഞ്ചിൻ്റെ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. ഇങ്ങനത്തെ എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടായി. അതൊക്കെ ഇതെല്ലാം ഉള്ളിൽ നിന്നും പുറത്തു നിന്നും വീക്ഷിക്കാനുള്ള ഒരു ഗുണം കൂടി പ്രവർത്തനത്തിലുണ്ടായി. എല്ലാ വർഷത്തെയും ഹൈന്ദവതയ്ക്ക് വേണ്ടി രാഷ്ട്രീയമായാലും ഞാൻ 45 വർഷം തിരുവനന്തപുരത്ത് ഈ പ്രവർത്തനത്തിലുണ്ടായിട്ടുണ്ട്. ഇന്നൊരു അന്തരീക്ഷം മാറി വരുന്ന സമയത്ത് നമുക്ക് സന്തോഷമുണ്ട്. അവരോടൊപ്പം തന്നെ പ്രവർത്തിച്ച നമ്മൾ ഈ 45 വർഷത്തിനിടയിൽ വന്ന മേയർ പോലും മേയറാവും നമുക്ക് വളരെയധികം സന്തോഷമാണ്. രണ്ടിലെ സഭയായിട്ട് സന്തോഷത്തിന് തന്നെയാണ് കാണുന്നത്. ഇപ്പം നമുക്കറിയാം, ഹിന്ദു മഹാസമ്മേളനം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമൂജി സ്വാമിജി, സത്യാനന്ദ തിരുവടികളെ കുറിച്ച് പറയാതെ പോകാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹം ദീർഘവീക്ഷണത്തോട് ചെയ്ത ഒരുപാട് എന്താ പറയുക പദ്ധതികൾ ഇന്നും അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞത് ഹരിവരാസനം പ്രൊജക്ടിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അത്രത്തോളം സമകാലീന പ്രാധാന്യമുണ്ട് സ്വാമിജി മുന്നോട്ട് വെച്ച എല്ലാ ആശയങ്ങൾക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളത് ആളുകളിലേക്ക് എത്തിക്കേണ്ടത് എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ആ സ്വാമിയുടെ പ്രവർത്തനം, സ്വാമി മുമ്പോട്ട് വെച്ച കാര്യം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ആ സ്വാമി പല കാര്യങ്ങളും പറഞ്ഞു. ഇന്ന നടക്കാൻ പോകുന്നതും ഇന്ന കാര്യങ്ങളുണ്ട്, ഇതെല്ലാം. പക്ഷേ സ്വാമിജി വെറും ഒരു സന്യാസിയായിരുന്നില്ല, ക്ഷാത്രവീര്യം ഉൾക്കൊണ്ട സന്യാസി ശ്രേഷ്ഠനായിരുന്നു. അതാണ് നമ്മൾ ശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ക്ഷാത്രവീര്യം ഉൾക്കൊണ്ട സന്യാസി ശ്രേഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ ഹരിവരാസനം പദ്ധതി അത് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്നത്തെ പല പ്രശ്നങ്ങളും ശബരിമലയിൽ ഉണ്ടാകില്ലായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന പല കാര്യങ്ങളുണ്ട്. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സാമ്പത്തികമായ മുന്നേറ്റത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചു. പത്രം തുടങ്ങി. ചെട്ടി ഫണ്ട് എന്നുള്ള പേരല്ലെങ്കിലും അതേപോലത്തെ പദ്ധതികൾ ആവിഷ്കരിച്ചു വനിതകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി എന്നുള്ള പരിപാടിയെ ആദ്യമേ തന്നെ കോർപ്പറേഷനിലെ ശിവൻകുട്ടിയെല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ വൃത്തിയാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വാമി മുന്നോട്ട് വെച്ചു.
സ്വച്ഛ് ഭാരത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അന്നത്തെ എം പി ആയിരുന്ന സ്വാമിജിയുടെ കാലത്തെ എം പി ആയിരുന്ന വിജയരാജ് സിന്ധ്യ അവരവിടെ വിളിച്ചു വരുത്തിയിട്ട് അവരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് റോഡ് വൃത്തിയാക്കുന്ന പദ്ധതി ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഇതെല്ലാം സ്വാമിജിയാണ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്തത്. ഓർക്കേണ്ട കാര്യമാണ്. ഉറപ്പായിട്ട്. ഇപ്പോൾ ഗോപാൽജിയെ സംബന്ധിച്ച് സ്വാമിജിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കെല്ലാം ഒരുപാട് പറഞ്ഞു കേട്ട പരിചയമാണ് എനിക്ക് സ്വാമിജിയെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓരോ രസകരമായ ഓർമ്മകൾ സ്വാമിജിയെ കുറിച്ച് പറയാനുണ്ടാവും. ഗോപാൽജിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ നമുക്കൊപ്പം പങ്കുവയ്ക്കാൻ? സ്വാമിജി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സ്വാമിജിയുടെ ഓർമ്മ എന്ന് പറഞ്ഞാൽ സ്വാമിജി നമ്മളെന്ന് പൂന്തറ കലാപ സമയത്ത് ഹിന്ദുക്കളുടെ വീട് കത്തിക്കുക മാത്രമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവർ അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇട്ടുപോയി. ആ സ്ഥലത്തേക്ക് അന്നത്തെ വിഭാപ്രചാരൻ്റെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് പോലീസ് തടഞ്ഞ സമയത്ത് മാറടാ ഞാൻ എൻ്റെ ആൾക്കാരെ കാണാനാണ് പോണതെന്ന് പറഞ്ഞ ആവേശത്തോടുകൂടി കടന്നു ചെന്ന സ്വാമിജി. ആ സ്വാമിജിയുടെ രൂപമാണല്ലോ കണ്ടത്. ഹിന്ദു ഐക്യവേദിക്ക് ആദ്യം തന്നെ ഓഫീസ് പണിത സമയത്ത് അതിനെന്ത് പേരിടണം സംസ്ഥാന ഓഫീസ് ചോദിച്ച സമയത്ത് ആദ്യ സ്വാമിജി പറഞ്ഞു ഹിന്ദു സെക്രട്ടേറിയറ്റ് ഇടണമെന്ന്. രണ്ടാമത് പറഞ്ഞു അയ്യങ്കാളിയുടെ പേരിടണം എന്ന് പറഞ്ഞു. എന്താ കാരണം? അയ്യങ്കാളിയുടെ പേരിടണം എന്ന് പറയാൻ കാരണം ഏറ്റവും അധസ്പതി ജനവിഭാഗത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കർമ്മപദ്ധതി ആവിഷ്കരിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ സ്വാമിജിയുടെ വീക്ഷണം എത്ര ദീർഘമാണ്. എൻ്റെ മനസ്സിൽ ഞാൻ അന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഓഫീസിൻ്റെ ചുമതലയുള്ള സെക്രട്ടറിയാണ്. അതുകൊണ്ട് നമ്മളെ മനസ്സിലുണ്ടാകുന്ന കാര്യം ഇതൊക്കെയാണ്. കുതിരക്കലാസമയത്ത് നമ്മളിവിടെ ഉണ്ട്. അവിടെ സ്വാമിജിയെ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ സ്വാമിജിയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ കാണാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ തലമുറ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യകത കൂടി ഇപ്പോൾ നമുക്കറിയാം. സമ്മേളനവുമായി ബന്ധപ്പെട്ട് യുവതലമുറയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് കൃത്യമായി കുട്ടികളിലേക്ക് കൂടി എത്തേണ്ടതില്ലേ ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു സാരാംശം? ഉറപ്പാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വനിതാ സമ്മേളനം സ്ത്രീ ശാക്തീകരണം വെച്ചത്. സ്ത്രീകൾക്ക് ശക്തി മാത്രമല്ല, ആ സ്ത്രീകൾ വളർത്തിയെടുക്കുന്ന ഭാവി തലമുറയ്ക്ക് കുട്ടികൾക്ക് കൂടിയിട്ട് പ്രചോദനമാകണം. അവരെ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കണം. എന്താണ് ഭാരതത്തിൻ്റെ ധർമ്മം, ആരാണ് ശ്രീരാമൻ, ആരാണ് ശ്രീകൃഷ്ണൻ, ആരാണ് അതേപോലത്തെ ആൾക്കാർ. ഇവിടെ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ആരൊക്കെയാണ്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ഈ അമ്മമാർക്കും സഹോദരിമാർക്കും സാധിക്കണം. അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ ഓരോ വർഷവും ഈ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന സമയത്ത് നമുക്കറിയാം വലിയ രീതിയിലുള്ളൊരു വളർച്ച നമുക്ക് സമ്മേളനവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. വരുന്ന ആളുകളിലാണെങ്കിലും ഇതിലൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ എടുക്കുന്ന മനുഷ്യരെ നോക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മുടെ നാട് മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു, അല്ലെങ്കിൽ ഹിന്ദുക്കൾ ശക്തി ആർജിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവ് സൈനായിട്ട് കണ്ടുകൂടെ? പോസിറ്റീവാണ്, ആ കാര്യം പോസിറ്റീവാണ്. പക്ഷേ നിരാശരായുള്ള ഹിന്ദുവിനെ അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആശയുള്ള ഹിന്ദുവിനെ, ഉണർന്നെഴുന്നേൽക്കുന്ന ഹിന്ദുവിനെ, അഗ്രസീവ് ഹിന്ദുയിസം, അതാണ് പ്രതീക്ഷിക്കുന്നത്. എത്രയും മുമ്പിലേക്ക് വരുന്ന എന്തിനും, പിന്നോട്ട് പോണ ഹിന്ദുവിനല്ല മുന്നോട്ട് വരുന്ന ഹിന്ദുവിനെ. അതാണ് ഹിന്ദുക്കളെ എങ്ങനെ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അതിനെക്കുറിച്ചൊരു പദ്ധതിയോ മാറ്റിയെടുക്കാൻ സാധിക്കും. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ, ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വളർച്ചയ്ക്ക് മുമ്പ് നിരാശയായിരുന്നില്ലേ ഹിന്ദുവിനുണ്ടായിരുന്നത്? കടലിൽ പോകാൻ വേണ്ടി ഓച്ചാനിച്ച് നിന്നിരുന്ന ഹിന്ദു, പോകാൻ സാധിക്കാത്ത ഹിന്ദു, വെള്ളിയാഴ്ച കടലിൽ പോകാൻ സാധിക്കാത്ത ഹിന്ദു, ആ ഹിന്ദുവിനോട് കടലിൽ പോയ തലവെട്ടെന്ന് പറഞ്ഞ സമയത്ത് ആ ഹിന്ദു തിരിച്ചു പറഞ്ഞു, ഞങ്ങളെ തലവെട്ടാൻ വന്നാൽ നിങ്ങളുടെ തലയായിരിക്കും കടലിൽ ഒഴുകാമെന്ന് ഹിന്ദു പറഞ്ഞില്ലേ? കല്യാണം കഴിച്ച് മാപ്പിള വീടുകളിൽ കയറേണ്ട ഹിന്ദു പിൽക്കാലത്ത് പോയോ? പോയില്ല. അഭിമാനം ഉണ്ടായി അവന് ഹിന്ദുത്വ ചിന്തയുണ്ടായി. ഞാൻ ഹിന്ദുവാണ്, എൻ്റെ കൂടെ ആളുകളുണ്ട് എന്നുള്ള വന്ന സമയത്ത് അവൻ തിരിച്ചു പറയാൻ തയ്യാറായി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും. അത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അതിൽ നിന്നാണ് പ്രചോദനം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നടത്തുന്നത്. അത് സ്വാഭാവികമായും നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും മാറ്റങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്ന ഹിന്ദുക്കളുണ്ട്, മതവും രാഷ്ട്രീയവും ഒന്നാക്കണ്ട, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഹിന്ദുക്കളുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയത്തിന് മതവും ഒന്നാക്കണ്ട, വ്യക്തിപരമായിട്ട് ഞാൻ അതിന് യോജിക്കുന്ന ആളാണ്. പക്ഷേ ജനാധിപത്യ രീതിയിൽ ശക്തി ആർജിക്കണമെങ്കിൽ ഭരണമുണ്ടാകണം.
ആ സമയത്ത് മാറി നിൽക്കുകയാണോ വേണ്ട? അതാണ് ആദ്യം ചോദിച്ചത്. ഗുരുവായൂരിൽ ഈ ഇലക്ഷൻസ് ദിവസം ഗുരുവായൂർ പോലെ 3 ലക്ഷം ഹിന്ദുക്കൾ, ഗുരുവായൂർ എന്ന് പറയും ഗുരുവായൂർ മാത്രമല്ല പല സ്ഥലത്തേക്കും തീർത്ഥയാത്ര പോയവർ, അല്ലാത്ത ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്യാൻ പോകുന്നവർ, തീരദേശത്തെ ക്യൂ കാണാൻ ഇവർക്ക് കണ്ണില്ലേ? ചിന്തിക്കേണ്ടതാണ്. ഉറപ്പായിട്ടും തീരദേശത്തെ ക്യൂ അവർ കാണേണ്ടതാ. വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ആരതാണ് കൂടിയത്? കാണേണ്ടതല്ലേ? ഉറപ്പായിട്ടും അതെ. ആ ഒരു മാറ്റം ആ അനിവാര്യമാണ്. ഹിന്ദുവിനോട് നമ്മൾ അപേക്ഷിക്കുകയാണ് ഇത് മാറ്റണം. ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ ഹിന്ദു സംഘടനാ പ്രവർത്തകർക്ക് മാത്രമാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നത്. ഒരിക്കലുമല്ല. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഈ ശക്തിയൊക്കെ ആർജിക്കുന്നത്. അതുകൊണ്ട് അവർ സഹകരിക്കണം, ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കണം. അവരെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട്, അവരെ മക്കൾക്ക് വേണ്ടിയിട്ട് ചിന്തിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഹിന്ദുക്കളും മാറട്ടെ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം ഗോപാൽജി, ഇത്രയും സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന്.